blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസത്തെ സ്പെഷ്യൽ എപ്പിസോഡ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവന്ന് നിറയ്ക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ബ്ലെസ്സിങ് ലോകം എമ്പാടുമുള്ള എല്ലാ ബ്ലെസ്സിങ് ടുഡേ പ്രേക്ഷകരുടെ മേലും കർത്താവ് ചൊരിയട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കെ തോമസ് ആൻഡ് ഹിസ് ഫാമിലി. നമ്മളെല്ലാവരും ചേർന്ന് തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. മഹാദൈവമേ, ഞങ്ങൾ ചേർന്ന് കെ തോമസ് എന്ന അങ്കിളിനായി പ്രാർത്ഥിക്കുന്നു. ഈ ബർത്ത്ഡേ ദിവസത്തിൽ കർത്താവെ സകലവിധ നന്മകളാലും ആരോഗ്യത്താലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജന്മദിനത്തിൻ്റെ നന്മകളും തുടർന്നുള്ള ജീവിതത്തിൽ കർത്താവെ നീ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ വൈഫ് അന്നമ്മ തോമസിനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. നിൻ്റെ മകളെ കർത്താവെ ആരോഗ്യത്തിൽ നിറയ്ക്കണമേ, ദൈവത്തിൻ്റെ കൃപയാൽ അഭിഷേകത്താലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ സാമിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സ്റ്റഡീസിനെയും ഫ്യൂച്ചറിനെയും അങ്ങയുടെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. മകൾ ടീനയ്ക്കായി, തൻ്റെ ഹസ്ബൻഡ് ജെയിംസിനായി, കുഞ്ഞുങ്ങൾ ജോഷുവയ്ക്കായി, ആമസിനായി, ഏലിയാസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കുടുംബം മുഴുവൻ, ഈ കുടുംബ വൃക്ഷം മുഴുവൻ അങ്ങയുടെ കരത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് നീ അങ്ങനെ നിറച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Many, many happy returns of the day, K.K. Thomas uncle. God bless you. May God shower all his blessings upon you. And thank you for sponsoring today's episode. തുടർന്ന് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകുകയാണ്. ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നൽകപ്പെട്ട ഒരു സന്ദേശമാണ്. നിങ്ങൾ ആക്ച്വലി അവിടെ ചെന്ന് ഇരുന്ന് ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പങ്കെടുത്തത് പോലെ തന്നെ അനുഗ്രഹങ്ങളുടെ ഒരു ഷെയർ എല്ലാവരുടെ മേലും കർത്താവ് പകരട്ടെ. മിറക്കിൾസ് ടുഡേ കാണുമ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക. ഈ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. One more time. Hallelujah. 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 Matthew chapter 17 and verse number 20. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനം. He replied,
because you have so little faith. I tell you the truth, if you have faith as small as a mustard seed, you can say to this mountain, move from here to there, and it will move. Nothing will be impossible for you. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകുക എന്ന് പറയാൻ സാധിക്കും, അത് മാറുകയും ചെയ്യും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയുമില്ല. Jesus is speaking different things in these verses. യേശു കർത്താവ് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. The first thing is faith. ഒന്നാമതായിട്ട് യേശുവിടെ സംസാരിക്കുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. Jesus is speaking about faith in this verse. യേശു കർത്താവ് ഇവിടെ വിശ്വാസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Everything in the spirit world, in the kingdom of God, operates through faith. ദൈവരാജ്യത്തിലെ സകല കാര്യങ്ങളും പ്രവർത്തിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. All the testimonies, life testimonies you listen to today here, they received through their faith in Jesus. ഇന്ന് നാം കേട്ട എല്ലാ സാക്ഷ്യങ്ങളും തന്നെ ഇവിടെ അവർ പ്രാപിച്ചത് ദൈവവചനം കേട്ടത് അതിനകത്തെ വിശ്വാസം കൊണ്ടാണ്. Everybody say faith. എല്ലാവരും ചേർന്ന് ഉറക്കെ പറയാമോ വിശ്വാസം? Lift your right hand and shout faith. എല്ലാവരും കൈ ഉയർത്തി ശബ്ദമുയർത്തി പറയാമോ വിശ്വാസം? Hallelujah. Hallelujah. Faith activates God. വിശ്വാസം ദൈവത്തെ പ്രവർത്തന നിരതനാക്കുന്നു. And God activates faith in us. എന്ന് മാത്രമല്ല ദൈവം നമ്മിൽ വിശ്വാസത്തെ പ്രവർത്തന നിരതമാക്കുന്നു. The Bible says without faith we cannot please God. ബൈബിൾ പറയുന്നു വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നല്ല. Everybody say our God is unlimited. എല്ലാവരും കൈ ഒന്ന് ഉയർത്തിയിട്ട് പറയാമോ നമ്മുടെ ദൈവം പരിമിതികളില്ലാത്ത ദൈവമാണ്. Our Jesus is unlimited. നമ്മുടെ യേശു പരിമിതികളില്ലാത്തവനാണ്. Hallelujah. Hallelujah. When you are attached to Jesus, you also become unlimited. നിങ്ങൾ യേശുവിനോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ പരിധിയില്ലാത്ത ഒരു വ്യക്തിയായി മാറുന്നു. When Jesus came to this world, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ he received our nature. അവൻ നമ്മുടെ സ്വഭാവത്തെയാണ് സ്വീകരിച്ചത്. He became a man. അവൻ ഒരു മനുഷ്യ രൂപത്തിലേക്ക് മാറ്റപ്പെട്ടു. But when we associate with Jesus, എന്നാൽ നാം യേശുവിനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ we receive his nature. നാം അവന്റെ സ്വഭാവത്തെ നേടിയെടുക്കുകയാണ്. The human nature is a very limited nature. ഓർക്കുക, മനുഷ്യന്റെ സ്വഭാവം എന്നുള്ളത് പരിമിതികളുള്ള ഒരു സ്വഭാവമാണ്. Jesus' nature is unlimited nature. ഞാൻ പറഞ്ഞുവല്ലോ യേശുവിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? പരിമിതികളില്ലാത്ത സ്വഭാവമാണ്. Hallelujah. Hallelujah. So we, the limited beings, when we are connected with the unlimited being Jesus, we also become unlimited. എന്നാൽ പരിമിതികളുള്ള മനുഷ്യർ പരിമിതികളില്ലാത്ത യേശുവുമായി ബന്ധപ്പെടുമ്പോൾ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ അവന്റെ സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെട്ട് നാം പരിമിതികളില്ലാത്ത വ്യക്തിത്വങ്ങൾക്കായി മാറ്റപ്പെടുകയാണ്. Do you believe this? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈകൾ വീശി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Hallelujah. Hallelujah. Jesus says, if you have even a little faith, just as the size of a mustard seed, you can do great things in your life. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്താൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. Hallelujah. Hallelujah. In other words, we may be a zero, but when we are connected to Jesus, we will become a hero. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരിമിതികളുള്ള നാം സകല കാര്യത്തിലും ഒരു വട്ടപൂജ്യമായിരിക്കാം, എന്നാൽ പരിമിതികളില്ലാത്ത ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ നാം ഒരു ഹീറോ ആയി, ഒരു നായകനായി മാറ്റപ്പെടുകയാണ്. Hallelujah. 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 Praise God. Suppose we are going to make two teams here. ഇവിടെയുള്ള ആളുകളെ മുഴുവൻ രണ്ട് ടീമാക്കി എന്ന് കരുതുക. Then there will be a lot of arguments here. അങ്ങനെ വരികയാണ് ഈ രണ്ട് ഗ്രൂപ്പുകാരും തമ്മിൽ ഒത്തിരി തർക്കങ്ങൾ ഉണ്ടാകും. I want that person to be in my team. അവര് ഒരു ഗ്രൂപ്പുകാർ പറയും ആ ആളെ എന്റെ ടീമിൽ എനിക്ക് വേണം. All the strong people, the powerful should
come into my team. എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം ഇതിനകത്തുള്ള എല്ലാ കഴിവുമുള്ള ശക്തിമാന്മാരായ ആളുകളൊക്കെ എന്റെ ടീമിൽ വേണം. Am I right? ഞാൻ പറയുന്നത് ശരിയാണോ? In the same way, അതുപോലെ തന്നെ if there are stronger people in the team, that team will succeed. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഒരു ടീമിനകത്ത് ശക്തിയുള്ളവർ കഴിവുള്ളവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിവുള്ളവനുണ്ടെങ്കിൽ ആ ടീം നിശ്ചയമായും ജയിച്ചിരിക്കും. The other people may be very weak. മറ്റേ ആളുകൾ ആ ടീമിലെ ബാക്കി ആളുകൾ ഒരുപക്ഷെ ബലഹീനരായിരിക്കാം. But if there are some strong people, they know that they will have the victory. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ടീമിനകത്ത് ശക്തിമാന്മാരായ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ ആ ടീം ജയിച്ചിരിക്കും. We all are weak by nature. നമ്മുടെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ ദൈവം നോക്കുമ്പോൾ നാം എല്ലാവരും ബലഹീനരാണ്. But if Jesus is in our team, we are the stronger people. എന്നാൽ നാം ബലഹീനരെ കൊണ്ട് നിറഞ്ഞ നമ്മുടെ ടീമിനകത്ത് കഴിവുള്ള യേശു കർത്താവ് ഉണ്ടെങ്കിൽ നമ്മുടെ ടീം ആയിരിക്കും ഏറ്റവും ശക്തിയുള്ള ടീം. We may be very weak, no problem. നാം വളരെ ബലഹീനരായിരിക്കാം, അതൊരു പ്രശ്നമേ അല്ല. Jesus' team is winning team. ഓർക്കുക, യേശുവിന്റെ ടീമാണ് എപ്പോഴും ജയിച്ചു കയറുന്ന ടീം. Hallelujah. Hallelujah. A minority with Jesus is a majority. എല്ലായ്പ്പോഴും ഓർക്കുക, യേശുവിനോട് കൂടിയുള്ള ന്യൂനപക്ഷം എപ്പോഴും ഒരു ഭൂരിപക്ഷമായിരിക്കും. A majority without Jesus is a minority. യേശുവില്ലാത്ത ഭൂരിപക്ഷം എപ്പോഴും ഒരു ന്യൂനപക്ഷമായിരിക്കും. How many of you have Jesus in your life? നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേരുടെ അകത്ത് യേശു ഉണ്ട്? അവരുടെ ഒരു കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. You are the stronger team. നിന്റെ അകത്ത് യേശു ഉണ്ടെങ്കിൽ പുറത്ത് നീ ബലഹീനനാണെങ്കിൽ നീയാണ് ജയിക്കുന്ന ടീം. Nothing can beat you. ആർക്കും നിന്നെ തകർക്കാൻ സാധ്യമല്ല, തോൽപ്പിക്കാൻ സാധ്യമല്ല. You are the winning team. നീ ജയിക്കുന്ന ടീമാണ്. Do you know a secret? നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? So many believers, they are every day they are fighting for victory. ഒത്തിരി വിശ്വാസികളും എല്ലാ ദിവസവും എന്താ പറയാ, ജയത്തിന് വേണ്ടി ആത്മയുദ്ധം നടത്തുന്നവരാണ്. They are praying, they are fasting, they are rebuking, they are cutting the air. അവര് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവര് ശാസിക്കുന്നു, എല്ലാം നടത്തുന്നുണ്ട്. But do you know a secret? എന്നാൽ നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? We are not fighting for victory, we are fighting from victory. We are already won because Jesus has already won. ഒരു രഹസ്യം നിങ്ങൾക്കറിയാമോ? നാം ആരും വിജയത്തിനു വേണ്ടി, ജയത്തിനു വേണ്ടി യുദ്ധം നടത്തുന്നവരല്ല. മറിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് തന്ന ജയത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ജയിച്ചു കയറിയിരിക്കുന്നവരാണ്. When you are on Jesus' side, നിങ്ങൾ യേശുവിന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ, even if you are a big zero, നിങ്ങളുടെ സ്വഭാവത്തിന്റെ കാര്യത്തിലോ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊരു വട്ടപൂജ്യമാണെങ്കിലും, even though you are very weak, നിങ്ങൾ വളരെ ബലഹീനനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും, full of failures, നിങ്ങൾക്ക് പരാജയങ്ങൾ മാത്രമേ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിട്ടുള്ളൂവെങ്കിലും, maybe you are stepping on a pile of huge mountain of failures, പരാജയങ്ങളുടെ ഒരു വലിയ മലയുടെ മുകളിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും, if you are on Jesus' side, നിങ്ങൾ യേശുവിന്റെ പക്ഷത്താണെങ്കിൽ, let me tell you something, ഞാൻ നിങ്ങളോട് ചിലത് ആവർത്തിച്ചു പറയട്ടെ, you are on the winning side. നിങ്ങൾ ജയിച്ച ജയാളിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. You are on the winning നിങ്ങൾ side. ജയത്തിന്റെ ഭാഗത്താണ്. Hallelujah. ഹല്ലേലൂയ. Matthew 17:20. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനം. He replied, because you have so little faith. I tell you the truth, if you have faith as small as a mustard seed, you can say to this mountain, move from here to there. It will move. Nothing will be impossible for you. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകുക എന്ന് പറയാൻ സാധിക്കും. അത് മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല. Jesus says nothing will be impossible to you. യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഒന്നും അസാധ്യം ആകുകയില്ല. Hallelujah. See, if I say nothing is impossible with God, all of us will shout hallelujah. ഞാനിപ്പോൾ പറയുകയാണ്, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ലെന്ന് പറഞ്ഞാൽ
നിങ്ങളെല്ലാം വലിയ വായിൽ ഹല്ലേലൂയ പറയും. Because we all believe that Jesus is all powerful, God is almighty, nothing is impossible with him. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദൈവം സർവശക്തനാണ്, ദൈവം സർവ്വവല്ലഭനാണ്, അവന് സകല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും സാധ്യമാണ്, അതിനകത്ത് ഒരു തർക്കമേ ഇല്ല. But here Jesus says, എന്നാൽ യേശു ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? nothing will be impossible with you. യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകില്ല. Hello. Nothing will be impossible with you. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകില്ല. When I say that, we struggle to believe. അത് പറയുമ്പോ, അതുകൊണ്ടാണല്ലോ ഇവിടെ ആരും മിണ്ടാതിരിക്കുന്നത്, അത് പറയുമ്പോ നമുക്ക് വിശ്വസിക്കാൻ തന്നെ അല്പം പ്രയാസമുണ്ട്. How can I am a mortal man? I know my case. So many failures. I know I am so weak. How can all things be possible with me? ഞാനൊരു മർത്യനായിട്ടുള്ള ക്ഷണികനായിട്ടുള്ള ഒരു വ്യക്തി, ഞാൻ എങ്ങനെ എല്ലാ കാര്യവും എനിക്ക് സാധ്യമായി തരും, ദൈവത്തിന് സാധ്യമായി തരും, എനിക്ക് എങ്ങനെ നടക്കുമെന്ന് ഈ ബ്രദർ പറയുന്നത്? I will explain to you. ഞാൻ നിങ്ങൾക്ക് അത് വിവരിച്ചു തരാൻ പോകുകയാണ്. Faith can connect you with God. വിശ്വാസത്തിന് നിങ്ങളെ നിങ്ങളുടെ ദൈവവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കും. Faith is the cable with which you are connected to the power source. നിങ്ങളെയും ദൈവത്തിന്റെ ശക്തി കേന്ദ്രത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന കേബിളാണ്, വയറാണ് വിശ്വാസം എന്നുള്ളത്. Hallelujah. Hallelujah. When you are connected with the power source, നിങ്ങൾ ഈ പവർ സോഴ്സ്, ഈ ശക്തി കേന്ദ്രവുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ suddenly the power flows. അങ്ങനെ ബന്ധപ്പെട്ടാൽ ആ വയറിലൂടെ ശക്തി താഴേക്ക് ഇറങ്ങും. Look at me please. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. So many millions are watching the Blessing Today TV program. ഒത്തിരി ലക്ഷക്കണക്കിന് ആളുകൾ ബ്ലെസ്സിംഗ് ടുഡേ ടിവി പ്രോഗ്രാം കാണുന്നുണ്ട്. I have heard testimonies like this. ഞാൻ ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. One uncle once met me and he told me a testimony. ഒരു അങ്കിൾ എന്നെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ടെസ്റ്റിമണി ഉണ്ട്. When his wife was watching the Blessing Today TV അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ, and he was walking. അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. He had never watched this before. അദ്ദേഹം അതിനു മുൻപ് ഒരിക്കലും ഈ പ്രോഗ്രാം കണ്ടിട്ടേയില്ല. Immediately he said, പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ്, ഈ വട്ടന്മാരുടെ പ്രോഗ്രാം കാണാൻ നിനക്കൊക്കെ വട്ടുണ്ടോ? That was his first response. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കണ്ടപ്പോഴുള്ള പ്രതികരണം അതായിരുന്നു. Now listen to me. The next day again, അടുത്ത ദിവസമായപ്പോൾ the wife was watching the TV program, അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോഴും ടിവി പ്രോഗ്രാം കാണുകയാണ്, having a coffee. ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. He again saw it. ആ സമയത്ത് വീണ്ടും അദ്ദേഹം വന്നു. He said something was pulling him. അദ്ദേഹം പറയുകയാണ്, എന്തോ തന്നെ ഇങ്ങനെ വലിക്കുന്ന പോലെ തോന്നി. He did not sit on the sofa and watch, but he heard it from the other room. അദ്ദേഹത്തിന് ഇരുന്ന് ഭാര്യയുടെ കൂടെ കാണാനായിട്ട് അദ്ദേഹത്തിന് സാധ്യമല്ല, അതുകൊണ്ട് അപ്പുറത്തെ മുറിയിൽ ഇരുന്ന് അദ്ദേഹം കേൾക്കാൻ തുടങ്ങി. Because of his male ego. അദ്ദേഹത്തിന്റെ ആ ഈഗോ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹം ഭാര്യയുടെ കൂടെ ഇരുന്ന് കാണാതിരുന്നത്. But slowly but surely he was attracted to the words of Jesus. അങ്ങനെ പയ്യെ അദ്ദേഹം ആ ദൈവവചനവുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. And he flew all the way from America to Cochin. അങ്ങനെ എന്ത് സംഭവിച്ചു? അദ്ദേഹം ഇഷ്ടപ്പെട്ട് പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ പറന്നെത്തി. And he drove a lot of kilometers to come and see me. അത് മാത്രമല്ല, ഒത്തിരി കിലോമീറ്ററുകൾ താണ്ടിയാണ് അദ്ദേഹം എന്നെ വന്ന് കാണാൻ വന്നത്. The first time he could not see me. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് എന്നെ കാണാൻ സാധിച്ചു. എന്നാൽ രണ്ടാമതും അദ്ദേഹം വന്നു. And he started experiencing the power of God in his life. എന്നാൽ അദ്ദേഹം തന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ താൻ പ്രാപിച്ചു. So many are watching. ഒത്തിരി പേര് കാണുന്നുണ്ട്. So many have no faith. ഒത്തിരി പേർക്കും ആ കാര്യത്തിൽ ഒരു വിശ്വാസവുമില്ല. They don't experience anything. ഒന്നും തന്നെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. But there are some others. എന്നാൽ ചില ആളുകളുണ്ട്, they believe in their heart just like a baby. അവർ ഒരു ശിശുവിനെ പോലെ തങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം കാണുന്നത്. One time Jesus said, ഒരിക്കൽ യേശു കർത്താവ് പറഞ്ഞു, unless and until you turn around and become like a child, you will never enter the kingdom of God. നിങ്ങൾ തിരിഞ്ഞ്
ശിശുക്കളെ പോലെ ആയി തീരുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ കയറുകയില്ല. Boys, girls, young men, adults, listen to me. If you have faith in your heart, nothing will be impossible to you. ആൺകുട്ടികളെ, പെൺകുട്ടികളെ, അമ്മമാരെ, മുതിർന്നവരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അസാധ്യമായി തീരുകയില്ല. ഈ നിൽക്കുന്ന സഹോദരിയുടെ പേര് ഡെസിമോൾ എന്നാണ്. ഈ തന്റെ സാക്ഷ്യം പറഞ്ഞ തന്റെ മകന് യേശു കർത്താവ് ചെയ്ത ഒരു അത്ഭുതത്തെ കുറിച്ച് പറയാനാണ് നിൽക്കുന്നത്. ഈ സഹോദരിയുടെ മകന്റെ പേര് ജെയ്സൺ ജോണി എന്നാണ്. താൻ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പഠിക്കാനെല്ലാം വല്ലാത്ത എല്ലാ വിഷയങ്ങളും വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. ഈ സഹോദരി പറഞ്ഞത് പ്രകാരം ചെയ്തത് ഇങ്ങനെയാണ്. 2012 ഏപ്രിൽ മാസത്തിൽ നടന്ന സാക്ഷ്യമാണ്. കഴിഞ്ഞ ഏപ്രിൽ. അപ്പോ ബ്ലെസ്സിംഗ് സെന്ററിലേക്ക് ആ ടൈം ടേബിൾ അയച്ചു കൊടുത്തു. പരീക്ഷയുടെ ടൈം ടേബിൾ അയച്ചു കൊടുത്തു. മെയിൽ ചെയ്ത് അവിടെ അയച്ചു കൊടുത്തു. അതിനുവേണ്ടി അവിടെ പ്രാർത്ഥിച്ചു. പഠിക്കാൻ ബുദ്ധിമുട്ടായ എല്ലാ വിഷയങ്ങൾക്കും തനിക്ക് ഈസി ആയിട്ട് ഓരോ എക്സാം എഴുതാൻ സാധിച്ചു. ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അമ്മയ്ക്ക് സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. മോൻ എന്ത് പറയുന്നു? മോൻ ഇപ്പോ ബികോം കഴിഞ്ഞു, എന്ത് ചെയ്യും? എംകോമിന് ജോയിൻ ചെയ്തു. എംകോമിന് ജോയിൻ ചെയ്തു. അതെ, നെറ്റ് സെറ്റും ചെയ്യുന്നുണ്ട്. കർത്താവ് കൊടുത്തൊരു നല്ല വിജയത്തിന്റെ സാക്ഷിയാകാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ പാരന്റ്സിനോട് ഞാനൊരു കാര്യം പറയാം. പഠനത്തിലൊക്കെ സ്ട്രഗിളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ മണ്ടി എന്നൊന്നും വിളിക്കണ്ട, കഴുതയെന്ന് വിളിക്കണ്ട. കർത്താവിനോട് കാര്യം പറഞ്ഞാൽ മതി. കർത്താവ് ഓർമ്മശക്തി നൽകും, നല്ല ജയം നൽകും. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് കൊടുത്ത ഈ സഹോദരിയുടെ മകന് കൊടുത്ത നല്ല വിജയത്തിനായി നന്ദി. ഇത് കേൾക്കുന്നവർ കൂടെ ധൈര്യം പ്രാപിച്ച്, വിശ്വാസം പ്രാപിച്ച് നല്ല വിജയത്തിന്റെ ഉടമകളായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക, ചുമ്മാ വിശ്വസിക്കുക, അന്ധമായി വിശ്വസിക്കുക, ഒരു കുഞ്ഞിനെ പോലെ വിശ്വസിക്കുക. കർത്താവ് ഈ സമയത്ത് വലിയ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു രോഗം, പനി പോലെയുള്ളത്, ശരീരം മുഴുവൻ പ്രത്യേകിച്ച് എന്തോ ഒന്ന് ഇങ്ങനെ പൊങ്ങി ശരീരം മുഴുവനും അതുപോലെ തിണർത്ത് കിടക്കുന്നത് പോലെ പൊങ്ങി വന്നിരിക്കുന്നൊരു രോഗം, പനിയോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ഇപ്പോൾ ഞാൻ ശാസിക്കുന്നു. പരിപൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. വിവിധ രീതിയിലുള്ള വാതരോഗം, റൊമാറ്റിക് ആയിട്ടുള്ള പലവിധ രീതിയിലുള്ളത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. റൊമാറ്റിക് ഫീവർ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കരളിനെ സംബന്ധിക്കുന്ന ചില രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. കരളിൻ്റെ എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ലങ്സിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള അവയവങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ പാൻക്രിയാസ് നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. അതുകൂടാതെ കിഡ്നികൾ സൗഖ്യമാകട്ടെ. ഗോൾ ബ്ലാഡർ സൗഖ്യമാകട്ടെ. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. നട്ടല് സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ മാറട്ടെ. വിവിധ രീതിയിലുള്ള വളർച്ചകൾ, അനാവശ്യമായ ഗ്രോത്തുകൾ മാറിപ്പോകട്ടെ. ഫൈബ്രോയിഡ് സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം മാറിപ്പോകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ കാർത്യായനി എന്ന് പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് പ്രത്യേകിച്ച് തൊട്ട് സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് കഴുത്തിൻ്റെ തേയ്മാനം കർത്താവ് എടുത്തു മാറ്റുന്നു ഇൻ ജീസസ് നെയിം. അത് സംഭവിക്കട്ടെ. എല്ലാ രീതിയിലുള്ള ക്യാൻസറുകളും സൗഖ്യമാകട്ടെ. ദൈവിക രോഗസൗഖ്യം ഇപ്പോൾ കർത്താവെ അങ്ങയുടെ ജനത്തിന് അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു. ബ്രസ്റ്റിനകത്തുള്ള ലംബ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കളർ ബ്ലൈൻഡ്നെസ് ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്ന, കണ്ണിൻ്റെ കാഴ്ചയെ സംബന്ധിക്കുന്ന വിവിധ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കേൾവിശക്തി തിരിച്ചു വരട്ടെ. താങ്ക് യു ലോർഡ്. സംസാരം ക്ലിയർ അല്ലാത്ത ചില വ്യക്തികളെ കർത്താവ് തൊട്ട് ആ നാവിൻ്റെ ആ പ്രശ്നത്തെ കർത്താവ് മാറ്റിക്കളയുന്നു. കർത്താവെ, വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവരെ അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ, പൈതങ്ങളെ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ നന്മകൾ കർത്താവെ ആവശ്യമുള്ളവർക്ക് അത് നൽകണമേ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർ കർത്താവെ ദൈവം കണ്ടുവച്ചിട്ടുള്ള ജീവിത പങ്കാളികളെ കൊടുക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ആദ്യമായി മൈസൂരിൽ
ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. മൈസൂരിൽ ഉള്ളവർ മാത്രമല്ല, ചുറ്റുനിന്നും എവിടെ നിന്നെല്ലാം അവിടെ എത്തിച്ചേരാമോ അവിടെ എല്ലായിടത്തും നിന്നുമുള്ളവർ നേരത്തെ തന്നെ തയ്യാറായി വരിക. കർത്താവ് നിങ്ങളെ തീർച്ചയായും സ്പർശിക്കും. മറ്റന്നാൾ ശനിയാഴ്ച ബാംഗ്ലൂരിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ വന്നെത്താവുന്ന എല്ലാവരും വന്നെത്തി അനുഗ്രഹങ്ങളെ യേശുവിൽ നിന്നും സ്വീകരിക്കുക. അവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് പ്രഷ്യസ് ലൈഫ് എന്ന ടൈറ്റിലുള്ള 7 സന്ദേശങ്ങൾ നിങ്ങൾ വാങ്ങാൻ മറക്കരുത്. ദിസ് വിൽ റിയലി ട്രാൻസ്ഫോം യുവർ ലൈഫ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അനൗൺസ് ചെയ്തതുപോലെ തന്നെ ആശിഷമാരി എന്ന ഈ പ്രസിദ്ധീകരണം, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണം കിട്ടിയിട്ടില്ലാത്തവർ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ അത് കരസ്ഥമാക്കുക. ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ വന്നാലും നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. ഇരുളിലിരിക്കുന്നവർക്ക് യേശു പ്രകാശം നൽകുന്നു. മാത്രമല്ല, ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു. ആത്മീയ വെളിച്ചമാണ് യേശു. ബൈബിൾ ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: സംഖ്യാപുസ്തകം എഴുതിയതാര്? ഹൂ റോട്ട് ദ ബുക്ക് ഓഫ് നമ്പേഴ്സ്? ഓപ്ഷൻസ്: എ യോശുവ, ബി നോഹ, സി അബ്രഹാം, ഡി മോശെ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 99959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D.